ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ളൊരു ക്യാരറ്റ് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ കേക്ക് ഓവൻ ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണിത്. അപ്പോൾ ഈ ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ക്യാരറ്റ് കേക്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിലാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിന്റെ സൈസ് അനുസരിച്ചിട്ട് 2 or 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു ഗ്രേറ്ററിലാണ് ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്ററിൽ വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. കേക്കിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്കിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. നമ്മളിവിടെ ഗോതമ്പ് പൊടിയിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് നമ്മളിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുത്താലും മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അരിച്ചെടുത്ത ഈ ഗോതമ്പ് പൊടി മിക്സ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാട്ടോ. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഗ്രീസ് ചെയ്തെടുക്കണം. കേക്ക് ടിന്നിന്റെ അകത്തും സൈഡ് വശങ്ങളിലും എല്ലാം ഓയിൽ നല്ലതുപോലെ ബ്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ, അലൂമിനിയം ആയിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് ടിൻ നല്ലതുപോലെ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിന്റെ മുകളിലും അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബട്ടർ പേപ്പർ കയ്യിലില്ല എങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഓയിൽ നല്ലതുപോലെ ബ്രഷ് ചെയ്തതിന് ശേഷം അല്പം മൈദയോ ഗോതമ്പ് പൊടിയോ സ്പ്രെഡ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കേക്ക് ടിൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും ചേർന്ന് നല്ല ക്രീമി ആയിട്ട് വരണം. അതുവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ പൊടിച്ചതിന് ശേഷമാണ് 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് അത്യാവശ്യം നല്ല മധുരമാണ് ഉള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് 1/2 കപ്പ് തുടങ്ങി 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. കേക്ക് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് മിക്സ് ആയിട്ട് വരും. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ഓയിലാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും വാനില എസൻസും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുക്കിംഗ് ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഗോതമ്പ് പൊടി മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കേക്കിന്റെ ബാറ്റർ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. കേക്ക് ഹാർഡായിട്ട് പോകും. പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്റർ അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ബാറ്റർ ഇത്രയും തിക്കായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കേക്കിന്റെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാണിച്ചു തരാട്ടോ. ഇപ്പോൾ ഇവിടെ പാൽ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ കറക്റ്റ് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്.
1/4 കപ്പ് പാലെടുത്തതിൽ ഇത്രയും പാൽ എനിക്കിവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന 1 കപ്പ് ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കേക്കിന്റെ ബാറ്റർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിന്റെ ബാറ്റർ റെഡിയാണ്. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ബേക്ക് ആവുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കർ ഞാനിവിടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുക്കർ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ചുവട് കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഈ കുക്കറിലേക്ക് സൂക്ഷിച്ച് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിന്റെ ലിഡിന്റെ ഗാസ്കറ്റും വെയിറ്റും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഗ്യാസ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഗ്യാസ് ലോ ഫ്ലെയിമിലും വേണം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കേക്ക് നമുക്ക് ബേക്കായിട്ട് കിട്ടുവാൻ 35 മിനിറ്റ് തുടങ്ങി 45 മിനിറ്റ് വരെ ടൈം എടുക്കും. 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കേക്ക് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബാംബു സ്റ്റിക്കോ കത്തിയോ ഉപയോഗിച്ച് കേക്കിന്റെ സെന്റർ ഭാഗത്ത് ഇതുപോലെ കുത്തി നോക്കാം. ബാംബു സ്റ്റിക്ക് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് നമുക്ക് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കേക്കിന്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 35 മിനിറ്റിന് ശേഷം മാത്രം കേക്ക് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 തുടങ്ങി 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിന്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പാനിൽ നിന്നും മാറ്റാം. വളരെ ഈസി ആയിട്ട് തന്നെ കേക്ക് പാനിൽ നിന്നും ഇളകി വരും. കണ്ടില്ലേ, ഒട്ടും കരിഞ്ഞു പോകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ക്യാരറ്റ് കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ. പഞ്ഞി പോലെ സോഫ്റ്റും നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ക്യാരറ്റ് കേക്ക് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.